ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യ ഇസ്രായേൽ റിലേഷൻസ്. ഇന്ത്യ ഇസ്രായേൽ റിലേഷൻസ് നമ്മൾ പെർട്ടിക്കുലർലി ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ എഡിറ്റോറിയൽ. കാരണം മോദിജി അവിടെ വിസിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. ഇന്ത്യ ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ട് തന്നെ ആ ഒരു ബന്ധം നിലനിർത്തും എന്നാണ് മോദിജി ഊന്നി പറഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു വാർത്ത ഇമ്പോർട്ടന്റ് ആണ്. ഇന്നലത്തെ ന്യൂസ് അനാലിസിസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണുക. ഇന്ത്യ ഇസ്രായേൽ റിലേഷൻസ് ഞാൻ പറഞ്ഞു, പെർട്ടിക്കുലർലി എന്താണ് ഡിഫൻസ് റിലേഷൻസ്. ബാരക് എന്ന് പറയുന്ന ഒരു മിസൈലൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ദെൻ അയൺ ഡോം, അതുപോലെയുള്ള പ്രക്രിയകൾ. ടെക്നോളജിയുടെ കാര്യത്തിൽ ഇസ്രായേൽ ഒരു പടി മുന്നിൽ നിൽക്കുന്ന രാജ്യം തന്നെയാണ്, പെർട്ടിക്കുലർലി ഡിഫൻസ് ടെക്നോളജി. സോ അതിൽ കൊളാബറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഇന്ത്യയുടെ നയം ഏറ്റവും ഉത്തമമായിട്ടുള്ള നയമാണ്. കാരണം ഗസയെ നമ്മൾ അപലപിക്കാത്തത്, ഏതെങ്കിലും ഒരു ഫോറത്തിൽ ഗസയുടെ ആക്രമണത്തെ നമ്മൾ കൃത്യമായിട്ട് അപലപിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മളൊരു മിഡിൽ പാത്ത് ആണ് എടുത്തിരിക്കുന്നത്. ഗസയിലുള്ള ആളുകൾക്ക് പറ്റരുത്, എന്നാൽ ഇസ്രായേലിന്റെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മിഡിൽ പാത്ത് ആണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. കാരണം എന്താണ്? ദേ ആർ ദ ലാർജസ്റ്റ് സപ്ലയർ. അവര് നമ്മൾക്ക് സപ്ലൈ ചെയ്യുന്നില്ല എന്നൊരു ദിവസം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ ശത്രുക്കൾ അതുമാത്രം ഒരു ആയുധമാക്കി മാറ്റും. സോ ആ ഒരു ബന്ധം നിലനിർത്താനായിട്ട് നമ്മൾ പലപ്പോഴായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ദെൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള ടെക്നോളജികളിൽ ഇന്ത്യയുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ, ഇതെല്ലാം നമ്മളുടെ മെയിൻ ഫോക്കസ് ഏരിയാസ് ആണ്. സോ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് ചിന്തയിലേക്ക് ആക്കി വെച്ചിരിക്കുക. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ഡിസ്കഷൻ, യുറേഷ്യൻ ഡൈവിംഗ് ഡക്സ് പ്രസൻസ് ഇൻ കാസിരംഗ നാഷണൽ പാർക്ക്. സോ എക്കോളജി ആൻഡ് എൻവിറോൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് പേരുകൾ. ഇതില് കാസിരംഗ നാഷണൽ പാർക്ക് നിങ്ങൾ സ്ഥിരം കേട്ടും അടുത്ത പേരാണ്. എവിടെയാണ് കാസിരംഗ നാഷണൽ പാർക്ക്? അസമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക്. വൺ ഹോൺഡ് റൈനോസിനെ കുറിച്ചെല്ലാം ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന നാഷണൽ പാർക്കാണ് കാസിരംഗ നാഷണൽ പാർക്ക് എന്നുള്ളത്. ഓക്കെ, സോ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ദെൻ യുറേഷ്യൻ ഡൈവിംഗ് ഡക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈഗ്രേറ്ററി സ്പീഷീസ് ആണ്. പെർട്ടിക്കുലർലി എന്താണ്, നമ്മുടെ യുറേഷ്യൻ മേഖലകളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന സ്പീഷീസ് ആണ്. അത് അങ്ങനെ ലാർജ്ലി ഇന്ത്യയിൽ കാണാറില്ല. പക്ഷേ എന്താണ്, കാസിരംഗ നാഷണൽ പാർക്കിൽ 2026 അതിനെ കണ്ടിരിക്കുകയാണ്. സോ എന്താണ്, അതൊരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. സാധാരണ മൈഗ്രേറ്ററി സ്പീഷീസ് നോർമലി വരുന്ന മൈഗ്രേറ്ററി സ്പീഷീസുകളുണ്ട്. ഇപ്പൊ സെർബിയൻ ക്രെയിൻ ആണെങ്കിലും നമ്മളുടെ അമൂർ ഫാൽക്കൺ ഒക്കെ ആണെങ്കിലും മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന സ്പീഷീസുകളാണ്. പക്ഷേ യുറേഷ്യൻ ഡൈവിംഗ് ഡക്സിനെ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ റീജിയനുകളിൽ കണ്ടിട്ടില്ല ഇതുവരെ. സോ അത് ഇവിടെ എത്തണമെങ്കിൽ എന്താ കാരണം? ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കണം കാരണം എന്നാണ് ഇന്നത്തെ ഈ വാർത്തയിലൂടെ പറയുന്നത്. ഓക്കെ, സോ രണ്ടും പഠിച്ചു വെച്ചേക്കും. യുറേഷ്യൻ ഡൈവിംഗ് ഡക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. കാരണം എന്താണ്, ലീസ്റ്റ് കൺസേൺ ആയിട്ടുള്ളൊരു എന്താണ് പക്ഷിയാണ്. IUCN സ്റ്റാറ്റസ് പ്രകാരം ലീസ്റ്റ് കൺസേൺ ആയിട്ടുള്ള, ഇന്ത്യയിലേക്ക് അങ്ങനെ അധികം വരാത്തൊരു പക്ഷിയാണ്. പക്ഷെ വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. സോ അതിന്റെ IUCN സ്റ്റാറ്റസ് ഒന്ന് നോക്കി വെച്ചേക്കുക. ലീസ്റ്റ് കൺസേൺ ആണ്. എൻഡേഞ്ചർഡോ ക്രിട്ടിക്കലി എൻഡേഞ്ചർഡോ ഒന്നും അല്ല, ലീസ്റ്റ് കൺസേർഡ് ആയിട്ടുള്ള ഒരു പക്ഷിയാണ് യുറേഷ്യൻ ഡൈവിംഗ് ഡക്ക്. ഇറ്റ്സ് എ മൈഗ്രേറ്ററി സ്പീഷീസ് ആണ്. ഇന്ത്യയിൽ കാണാറില്ലാത്ത സ്പീഷീസ് ആണ്. എന്നാൽ കാസിരംഗ നാഷണൽ പാർക്കിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആ ഒരു കാര്യം കൂടിയിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. കമ്മിങ് ടു നെക്സ്റ്റ് ഡിസ്കഷൻ, എന്താണ്, ശബരിമല ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ബാലൻസിങ് ഫെയ്ത്ത്, ഡിഗ്നിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്. ഹൗ വി ബാലൻസ് ദ ഫെയ്ത്ത്. എങ്ങനെയാണ് ഫെയ്ത്തിനെ ബാലൻസ് ചെയ്യുന്നത്? സോ ഫെയ്ത്തിനെ ബാലൻസ് ചെയ്യുമ്പോൾ എവിടെ നമ്മൾ ഡിഗ്നിറ്റിക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിനും ഇൻഷുറൻസ് കൊടുക്കും? കമ്മിങ് ടു ശബരിമല ജഡ്ജ്മെന്റ്, എല്ലാവർക്കും അറിയാലോ ശബരിമല ജഡ്ജ്മെന്റിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള കൊല്ലാപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. എന്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ടല്ലാതെ സ്ത്രീകളെ കയറ്റില്ല എന്ന് രാഹുൽ ഈശ്വരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ വാട്ട് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റ്? വാട്ട് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റ് റിഗാർഡിംഗ് ദിസ്? സോ ശബരിമല ജഡ്ജ്മെന്റ് എന്ന് നമ്മൾ വിളിക്കുമ്പോഴും ഇതിന്റെ പേര് വരുന്നത് ദ യങ് ലോയേഴ്സ് അസോസിയേഷൻ വെർസസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള കേസ്. ഏതാണ്? ദ യങ് ലോയേഴ്സ് അസോസിയേഷൻ വെർസസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള കേസ് ആണ് ഫേമസ്ലി നോൺ ആസ് ദ ശബരിമല ജഡ്ജ്മെന്റ്.
ശബരിമല ജഡ്ജ്മെന്റിലേക്ക് പോകുന്നതിന് മുൻപേ രണ്ട് ഫണ്ടമെന്റൽ റൈറ്റുകൾ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള ഫ്രീഡം ഓഫ് റിലീജിയൻ. സബ്ജക്ട് ടു ദ പബ്ലിക് ഓർഡർ. ഞാൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ക്രീൻഷോട്ട് അങ്ങനെ തന്നെ എടുത്ത് ആഡ് ചെയ്തിരിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ PDF നിന്ന് സ്ക്രീൻഷോട്ട് അങ്ങനെ തന്നെ എടുത്ത് ആഡ് ചെയ്തിരിക്കുകയാണ്. എന്താണ്? സബ്ജക്ട് ടു ദ പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്, മൊറാലിറ്റി, ഹെൽത്ത് ആൻഡ് ടു ദ അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് പാർട്ട്. All persons are equally entitled to the freedom of conscience and the right freely to profess, practice and propagate religion. അതായത് നിങ്ങൾക്ക് പ്രൊഫസ് ചെയ്യാനായിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ടും നിങ്ങളുടെ മതം ഏതാണോ അത് പ്രൊഫസ് ചെയ്യാനായിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ടുമുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ 4 കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്തോ പ്രാക്ടീസ് ചെയ്തോ പ്രൊഫസ് ചെയ്തോ കുഴപ്പമില്ല. പക്ഷേ 4 കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. എന്താണ്? പബ്ലിക് ഓർഡറിന് ഭംഗമുണ്ടാക്കാൻ പാടില്ല, പബ്ലിക് മൊറാലിറ്റിക്ക് ഭംഗമുണ്ടാക്കാൻ പാടില്ല, പബ്ലിക് ഹെൽത്തിന് ഭംഗമുണ്ടാക്കാൻ പാടില്ല. 4ാമത്തെ പോയിന്റ്, അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് പാർട്ട്. അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് പാർട്ട് എന്ന് പറഞ്ഞാൽ അതർ പ്രൊവിഷൻസ് ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്. ഓക്കെ, സോ ആർട്ടിക്കിൾ 25 പ്രകാരം പറയുന്നത് പബ്ലിക് ഓർഡറിന് ഭംഗം വരാൻ പാടില്ല, മൊറാലിറ്റിക്ക് ഭംഗം വരാൻ പാടില്ല, ഹെൽത്തിന് ഭംഗം വരാൻ പാടില്ല, അതർ ഫണ്ടമെന്റൽ റൈറ്റ്സിനും ഭംഗം വരാൻ പാടില്ല. ഓക്കെ, അതർ ഫണ്ടമെന്റൽ റൈറ്റ് വരുമ്പോ റൈറ്റ് ടു ഇക്വാലിറ്റി വരില്ലേ? തീർച്ചയായിട്ടും വരും. ആർട്ടിക്കിൾ 14 വരും. റൈറ്റ് ടു ഇക്വാലിറ്റി. ഏതൊരാളെയും ഏതൊരു പേഴ്സണെയും എന്തിന്റെ അണ്ടറിൽ? ജാതിയുടെയോ മതത്തിന്റെയോ കാസ്റ്റിന്റെയോ സെക്സിന്റെയോ പ്ലേസ് ഓഫ് ബർത്തിന്റെയോ അടിയിൽ വിഭജിക്കാൻ പാടില്ല എന്ന് പറയുന്ന കാര്യം കൂടി വരില്ലേ? തീർച്ചയായിട്ടും വരും. സോ നിങ്ങളുടെ റിലീജിയൻ ശബരിമലയിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ളൊരു കാര്യം കോടതിയിലേക്ക് വരുമ്പോൾ ആർട്ടിക്കിൾ 25 ആപ്ലിക്കബിൾ ആകോ? അതായത് വിത്ത് റെസ്പെക്ട് ടു അതർ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആകൂ? തീർച്ചയായിട്ടും ആപ്ലിക്കബിൾ ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. Then coming to Article 26, freedom to manage religious affairs, subject to public order, morality and health. Every religious denomination or any sections thereof shall have the right to establish and maintain. So ഇവിടെ പറയുന്നത് 3 ലിമിറ്റേഷനുകളാണ്. എന്താണ്? പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഫണ്ടമെന്റൽ റൈറ്റ് പറയുന്നില്ല ആർട്ടിക്കിൾ 26 പ്രകാരം. സോ പർട്ടിക്കുലർലി ആർട്ടിക്കിൾ 26 എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കുള്ള റൈറ്റ് ആണ്. അവർക്കൊരു എന്താണ്, ഒരു ആരാധനാലയം നടത്തിക്കൊണ്ടു പോകാനായിട്ട് പറ്റുന്ന ഇതിന്റെ റൈറ്റ് ആണ് ആർട്ടിക്കിൾ 26 പറയുന്നത്. ആർട്ടിക്കിൾ 25 പറയുന്നത് ഇൻഡിവിജ്വൽ റിലീജിയസ് റൈറ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ പർട്ടിക്കുലർലി റിലീജിയസ് ഡിനോമിനേഷൻ, എവരി റിലീജിയസ് ഡിനോമിനേഷൻ. സോ കോടതിയിൽ തർക്കങ്ങൾ നടന്നു. എന്താണ് റിലീജിയസ് ഡിനോമിനേഷൻ എന്നുള്ളത് കോടതിയിൽ തർക്കം നടന്നു. സോ യങ് ലോയേഴ്സ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ പറയപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അയ്യപ്പ എന്ന് പറയുന്നത്, ദ അയ്യപ്പ ഡിവോട്ടീസ് ഓഫ് ലോർഡ് അയ്യപ്പ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഡിനോമിനേഷൻ ആണ്. സോ അയ്യപ്പയുടെ ഡിവോട്ടീസ് ആയിട്ടുള്ള ആളുകൾ ഒരു സെപ്പറേറ്റ് ഡിനോമിനേഷൻ ആണ്. അങ്ങനെ ഒരു സെപ്പറേറ്റ് ഡിനോമിനേഷൻ ആയി കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് പറ്റും? ആർട്ടിക്കിൾ 26 അണ്ടറിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടും. സോ പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, പബ്ലിക് ഹെൽത്ത്, ഈ 3 കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. വിത്ത് റെസ്പെക്ട് ടു അതർ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന കാര്യം നോക്കേണ്ടതില്ല. പിടികിട്ടിയോ? കോടതികളിലെ കളികൾ പിടികിട്ടിയോ? ഓക്കെ, സോ കോടതിയിലേക്ക് അഭിഭാഷകൻ ചെന്നിട്ട് പറഞ്ഞു, അയ്യപ്പ ഡിവോട്ടീസ് ആർ എ ഡിനോമിനേഷൻ ഓഫ് ദ ഹിന്ദു സബ് ഗ്രൂപ്പ്. ഹിന്ദു സബ് ഗ്രൂപ്പിന്റെ ഒരു ഡിനോമിനേഷൻ ആണ്, ഒരു റിലീജിയസ് ഡിനോമിനേഷൻ ആണ്. കോടതി പറഞ്ഞു, മക്കളെ, അയ്യപ്പ ഡിവോട്ടീസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഡിസ്റ്റിങ്ക്റ്റ് റിലീജിയസ് ഡിനോമിനേഷൻ അല്ല. ഹിന്ദു ഗ്രൂപ്പ് ഏതാണോ, ഹിന്ദുത്വ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഏതാണോ, അല്ലെങ്കിൽ ഹിന്ദുയിസം എന്ന് പറയുന്ന ഗ്രൂപ്പ് ഏതാണോ അത് തന്നെയാണ്. അല്ലാണ്ട് അതിന്റെ ഒരു സെപ്പറേറ്റ് ഡിനോമിനേഷൻ അല്ല, ഒരു സെപ്പറേറ്റ് പാർട്ടല്ല. ഫോർ എക്സാമ്പിൾ രാമകൃഷ്ണ മിഷൻ,
അതൊരു സെപ്പറേറ്റ് ഡിനോമിനേഷൻ ആണ്. അതുപോലെ ലോർഡ് അയ്യപ്പനെ ഡിവോട്ട് ചെയ്യുന്നവര്, ലോർഡ് അയ്യപ്പന്റെ ഭക്തര് ഒരു സെപ്പറേറ്റ് ഡിനോമിനേഷൻ ആയിട്ട് കരുതാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് ആർട്ടിക്കിൾ 26 പകരം ആർട്ടിക്കിൾ 25 ആപ്ലിക്കബിൾ ആകുന്നത്. സോ വെന്നെവർ ദ ആർട്ടിക്കിൾ 25 സ്റ്റെപ്പ് ഇൻ, ആർട്ടിക്കിൾ 25 എപ്പോഴാണോ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത്, ആ സമയത്ത് എന്ത് പറ്റും? ആ സമയത്ത് നമ്മളുടെ വിത്ത് റെസ്പെക്ട് ടു അതർ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന കാര്യം കൂടി സ്റ്റെപ്പ് ഇൻ ചെയ്യും. സോ 25 അതർ റെസ്പെക്ട് ടു അതർ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന കാര്യം ഉൾപ്പെട്ടത് കൊണ്ടാണ് എന്ത്, റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ ഒരു പോയിന്റ് റിലീജിയസ് അഫയേഴ്സിൽ വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ ഒരാളോട് ഈ ഒരു കേസ് ലോ പറഞ്ഞു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ക്ലിയർ ആയിരിക്കണം ഈ ഒരു കേസ് ലോയില്. സോ സെപ്പറേറ്റ് ഡിനോമിനേഷൻ അല്ല, പകരം എന്താണ് വരുന്നത്? പകരം ആർട്ടിക്കിൾ 25 ഇൻഡിവിജ്വൽ റിലീജിയസ് റൈറ്റ് ആണ് അവിടെ ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് എന്ത് പറഞ്ഞു? അതുകൊണ്ട് ശബരിമലയില് സ്ത്രീകൾക്ക് കയറാം എന്നുള്ളതായിരുന്നു 5 അംഗ ബെഞ്ചിന്റെ വിധി പ്രസ്താവം വന്നത്. എന്നാൽ കറന്റ് ഒരു ഡിസന്റ് അല്ലെങ്കിൽ ഒരു റിവ്യൂ പെറ്റീഷൻ കോടതിയിലേക്ക് വരികയും ഒരുപാട് പെറ്റീഷനുകളെ കമ്പൈൻ ചെയ്തുകൊണ്ട് കോടതി, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം വാദം കേട്ടല്ല, കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സർക്കാരിനോടടക്കം സത്യവാങ്മൂലം അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യാനായിട്ട്. സോ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മന്തിലാണ് അതിന്റെ അടുത്ത വാദം കേൾക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ആ ഒരു ഇതിലേക്ക് വന്നിരിക്കുകയാണ്. സോ വീണ്ടും ഒരു റിലീജിയസ് പ്രോബ്ലം, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിലീജിയസ് പ്രോബ്ലം. സോ എനിക്ക് തോന്നുന്നു ഇനി 9 അംഗ ബെഞ്ചിലേക്കാണ് ഈ ഒരു ഇത് വിട്ടിരിക്കുന്നത്, എന്താ ഈ ഒരു കേസ് വിട്ടിരിക്കുന്നത്. സോ അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അപ്പോ ഈ ഒരു കേസ് ലോ പല കേസുകളെയും നിർണ്ണയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പർട്ടിക്കുലർലി നമ്മളുടെ ഏതാണ് ശബരിമല ജഡ്ജ്മെന്റ്, ശബരിമലയുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അത് കൂടാണ്ട് നമ്മളുടെ പാർസി കമ്മ്യൂണിറ്റികളിൽ ഔട്ട്സൈഡ് ഉള്ള ഒരു ആളിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും പിന്നെ സൊറാസ്ട്രിയൻ ഫെയ്ത്ത് ഫോളോ ചെയ്യാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. ഓക്കെ, സോ മതം ഒരു പ്രൈവറ്റ് അഫെയർ ആകുന്ന സമയത്ത് എനിക്ക് പാർസി മതം ഫോളോ ചെയ്യണമെങ്കിൽ ഞാൻ അതിനുള്ളിൽ തന്നെ നിലനിന്നോളണം എന്ന് സ്ത്രീകളോട് പറയുന്ന ഒരു കേസ്. സോ അതും ആ ഒരു ജഡ്ജ്മെന്റും സ്വാധീനിക്കും. ഏത് യങ് ലോയേഴ്സ് അസോസിയേഷന്റെ റിവ്യൂ പെറ്റീഷൻ ആ ഒരു കേസിനെയും ബാധിക്കും. സെക്കൻഡ്, ദാവൂദി ബെഹ്റ കമ്മ്യൂണിറ്റിയുടെ എക്സ് കമ്മ്യൂണിക്കേഷൻ. സോ ദാവൂദി ബെഹ്റ കമ്മ്യൂണിറ്റിയുടെ ഹെഡിന് ആരെ വേണമെങ്കിലും എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് മതത്തെ, എന്റെ പ്രൈവറ്റ് മാറ്റർ ആയിട്ടുള്ള മതത്തെ ഒരാൾക്ക് എന്നിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കാം. ഓക്കെ, സോ ആ കേസിനെയും ദാവൂദി ബെഹ്റ കമ്മ്യൂണിറ്റിയുടെ കേസിനെയും പാർസി വുമൻസിന്റെ കേസിനെയും ശബരിമലയുടെ കറന്റ്ലി ഉള്ള ജഡ്ജ്മെന്റ് സ്വാധീനിക്കാനായിട്ടുള്ള ഈ 9 ജഡ്ജ് ബെഞ്ചിന്റെ വിധി പ്രസ്താവം സ്വാധീനിക്കാനായിട്ടുള്ള കാര്യമുണ്ട്. സോ അതാണ് ഈ ഒരു ജഡ്ജ്മെന്റിൽ, ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയലിൽ കൃത്യമായിട്ട് പറയുന്നത്. സോ ഫെയ്ത്തിനെ നമുക്ക് ബാലൻസ് ചെയ്യണം. ദെൻ വുമൻസിന്റെ ഡിഗ്നിറ്റിയെയും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. സോ അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സോ വുമൻസിന്റെ റൈറ്റിനെ ബാലൻസ് ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിനെ ബാലൻസ് ചെയ്യണം, ഡിഗ്നിറ്റിയെ ബാലൻസ് ചെയ്യണം, ദെൻ റിലീജിയനെ കൂടിയിട്ട് ബാലൻസ് ചെയ്യണം. ഓക്കെ, സോ അതാണ് ഈ ഒരു ഡിസ്കഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ഡിസ്കഷൻ ഈ സിംപ്ലി റിലേറ്റഡ് ടു എന്താണ് ബോട്ടിൽഡ് വാട്ടർ ഇൻ ഇന്ത്യ. സോ ബോട്ടിൽഡ് വാട്ടർ പണ്ടൊരു എമർജൻസി ആയിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് 2010 കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ എറണാകുളം കൊച്ചി ടൗണിലൊക്കെ പോകുമ്പോൾ നമ്മൾ ബോട്ടിൽ വാട്ടർ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ കാശുള്ളവർ മാത്രം വാങ്ങിക്കുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു. പക്ഷേ ഇന്ന് നമ്മളെല്ലാവരുടെയും കയ്യിൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ റെയിൽവേയിൽ കൂടി പോവുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലെല്ലാം ഒരു റെയിൽ നീതി കാണാനായിട്ട് സാധിക്കും. സോ ഇത് കറന്റ് ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ആ പ്രോബ്ലം? മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെയുള്ള വെള്ളങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ്. അതായത് ബോട്ടിൽഡ് ഡ്രിങ്കിങ് വാട്ടറുകൾ, പ്ലാസ്റ്റിക് കവറേജ് ഉള്ള ബോട്ടിൽഡ് ഡ്രിങ്കിങ് വാട്ടറുകളിൽ മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ അളവ് കൂടുതലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പർട്ടിക്കുലർലി സാമ്പിൾസ് കളക്ട് ചെയ്തതിൽ 100% സാമ്പിൾസിലും കണ്ടാമിനേറ്റഡ് ആണ്. ആന്ധ്രയിലെയും മുംബൈയിലെയും എല്ലാം സാമ്പിൾസ് കളക്ട് ചെയ്തതിൽ എന്താണ് മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ അളവ് വളരെ കൂടുതലാണ്. സോ
ഇറ്റ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം. എന്താണ്? ഡ്രിങ്കിങ് വാട്ടറിൽ പ്ലാസ്റ്റിക്കിന്റെ കണ്ടാമിനേഷൻ കൂടുന്നു, പെർട്ടിക്കുലർലി മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ കണ്ടാമിനേഷൻ കൂടുന്നു. ദെൻ എന്താണ്? ഫിസായി പോലുള്ളവരുടെ എന്താണ് റെഗുലേറ്ററി പവറിനെ ഇത് ചോദ്യം ചെയ്യുകയാണ്. ദെൻ എൻഫോഴ്സ്മെന്റിനുള്ള ഗ്യാപ്പ്, ഇൻഡസ്ട്രി. സോ ഇങ്ങനെയുള്ള വെള്ളങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്താണ് അഡൾട്ടറേറ്റഡ് മിൽക്ക് കുടിച്ചതിന്റെ പേരിൽ ഏതോ 3-4 പേര്, ഗുജറാത്തിലാണെന്ന് തോന്നുന്നു, 4-3 പേര് മരിച്ചു വീഴുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഗുജറാത്തിലോ മഹാരാഷ്ട്രയിലോ ആണ്, പെർട്ടിക്കുലർലി സ്ഥലം മറന്നുപോയി. ഓക്കെ, സോ അന്ന് ഫിസായുടെ എന്താണ് റെഗുലേഷനും കാര്യങ്ങളും എല്ലാം ചോദ്യമുനയിൽ വന്നിട്ടുള്ളതാണ്. ദെൻ എൻഫോഴ്സ്മെന്റ് ഗ്യാപ്പുകളെ ചോദ്യമുനയിൽ വന്നിട്ടുള്ളതാണ്. സോ വെള്ളത്തിന്റെ കാര്യത്തിൽ എന്താണ് ഈ മൈക്രോ പ്ലാസ്റ്റിക് കണ്ടാമിനേഷൻ, ദെൻ എവിടെ നിന്നാണ് ഈ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്നത്, അതിന്റെ ലൈസൻസുകൾ കൃത്യമായിട്ടുണ്ടോ, ഫിൽട്രേഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, നമ്മൾ ഉൾപ്പെടുത്തുന്ന ആ ഒരു ബോട്ടിലിന്റെ ക്വാളിറ്റി, ഇതെല്ലാം നമ്മളുടെ ആരോഗ്യത്തെ കൃത്യമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് ഈ ഒരു എഡിറ്റോറിയലിൽ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദെൻ എൻവിറോൺമെന്റൽ പ്രോബ്ലംസ്, നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന പ്രോബ്ലംസും ഇവിടെ ഇദ്ദേഹം എൻഷുർ ചെയ്തിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു ഡിസ്കഷൻ മനസ്സിലായി എന്ന് വിചാരിക്കും. Coming to the next discussion. What is next discussion? Next discussion is related to large language മോഡലുകൾ. സോ AI സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് കറന്റ് ഇന്ത്യ നേരിടുന്ന ഫേസസ്, പ്രശ്നങ്ങൾ എന്ന് പറയുന്ന പ്രശ്നങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് എന്ത്, നമ്മളുടെ ലാർജ് ലാംഗ്വേജ് മോഡലുകളെ ട്രെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്ന GPUs, ഗ്രാഫിക്കൽ പ്രോസസിംഗ് യൂണിറ്റ്സുകൾ ഇന്ത്യയിൽ കുറവാണ്. സോ ഇൻഫ്രാസ്ട്രക്ചറൽ ചലഞ്ചസുകളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, GPU എന്താണ് GPU? സോ പർട്ടിക്കുലർലി ആ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ന്യൂസ് എടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് ആൻഡ് കോണ്ടാക്ട് സെക്ഷൻ. സർവം AI എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബേസിസിലാണ് ഈ ഒരു ന്യൂസ് നമ്മളുടെ എഡിറ്റോറിയൽ ടെക്സ്റ്റ് ആൻഡ് കോണ്ടാക്ട് സെക്ഷനിൽ വന്നിരിക്കുന്നത്. സോ GPUs എന്താണെന്ന് നോക്കാം. പണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടേഴ്സിലൊക്കെ ഗെയിം കളിച്ചിട്ടുള്ളവരാണ്. ഇപ്പോൾ GTA Vice City പോലെയുള്ള ഗെയിം, അല്ലെങ്കിൽ ഒരുപാട് ഗ്രാഫിക്സ് യൂസ് ചെയ്യേണ്ട ഗെയിമുകൾ കളിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു ഗ്രാഫിക്സ് കാർഡ് വാങ്ങിച്ചിടുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, നോർമൽ കമ്പ്യൂട്ടറിന് ഒരു ഗ്രാഫിക്സ് കാർഡ്. എന്താണ് ആ ഗ്രാഫിക്സ് കാർഡ്? ഓർക്കുന്നുണ്ടോ? സോ ബോയ്സിനൊക്കെ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇങ്ങനെ ഒരുപാട് ഗെയിംസുകൾ ഉണ്ടല്ലോ, ഞാൻ പെർട്ടിക്കുലർലി എല്ലാ ഗെയിംസും ഒന്നും ഓർക്കുന്നില്ല. സോ ഇങ്ങനെ ഗെയിംസുകൾ കളിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഗ്രാഫിക്സ് കാർഡ് വാങ്ങിച്ചിടണം. സോ ഈ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രാഫിക്സ് കാർഡ് ഈസ് സിമിലർ ടു GPU. ഓക്കെ, സോ GPU അല്ലെങ്കിൽ ഗ്രാഫിക്കൽ പ്രോസസിംഗ് യൂണിറ്റ്സ്. സോ പല ഗെയിമുകളും നമ്മുടെ നോർമൽ കമ്പ്യൂട്ടറുകളിൽ റൺ ആകാത്ത അല്ലെങ്കിൽ സ്റ്റക്കായി പോകുന്ന ഗെയിമുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഗ്രാഫിക്സ് കാർഡ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോർമലി അത് റൺ ആകും നമ്മളുടെ കമ്പ്യൂട്ടറുകളിലും. സോ അതേപോലത്തെ ഒരു സിസ്റ്റം തന്നെയാണ് ഈ ഗ്രാഫിക്സ് കാർഡാണ് ഗ്രാഫിക്കൽ പ്രോസസിംഗ് യൂണിറ്റ്സ് എന്ന് പറയുന്ന GPUs. സോ ഈ GPUs എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, GPUs സ്ലോ ഡൗൺ ചെയ്തിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡലുകളെ എന്ത് ചെയ്യും? ടീച്ച് ചെയ്യും. സോ ഒരു ടീച്ചറായിട്ട് ആക്ട് ചെയ്യാൻ നോർമൽ കമ്പ്യൂട്ടറിന് സാധിക്കാത്ത ഒരു ടീച്ചിങ് ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു ടീച്ചിങ് മെക്കാനിസം ആർക്ക് സാധിക്കും? GPUസിന് സാധിക്കും. സോ അങ്ങനെയുള്ള GPUസിന്റെ ഒരു ക്ലസ്റ്റർ അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ മോഡൽ നമുക്ക് വേണമെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെയാണ് ഇന്നത്തെ ചർച്ചയും നടന്നിരിക്കുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ കൂടിയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഉണ്ടായിരുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, സോ പ്രിലിംസ് അടുത്ത് വരികയാണ്. ഏറ്റവും നന്നായിട്ട് തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. ദെൻ സംശയങ്ങളോ അല്ലെങ്കിൽ സെൽഫ് ഡൗട്ടുകളോ ഒന്നും വരുത്തേണ്ട കാര്യമില്ല. ഏറ്റവും നന്നായിട്ട് തന്നെ നമ്മളുടെ പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഓക്കെ.